ഹലോ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീത ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മൾ ഇന്ന് ചിഞ്ചുവിനെ കാണാൻ പോവാണ് കേട്ടോ. ഒത്തിരി ദിവസമായി കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്, അപ്പോൾ അവളെ ഒന്ന് കാണാൻ പോവാണ്. അപ്പോൾ അവരിങ്ങോട്ട് വരവൊക്കെ കുറവാണ്. അങ്ങനെ എന്തായാലും രാവിലെ അല്ല, ഒരു ഉച്ച കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരു 12:30 ആയിട്ടുണ്ട് സമയം. അവിടെ ചെന്നപ്പോഴാണ് എന്തായാലും നമുക്കെന്നാൽ ഒന്ന് ഡാം വരെ പോയി നോക്കിയിട്ട് വരാം, ഡാമിൽ പോകാം എന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബദലാപ്പൂരുള്ള ബാർബി ഡാമിലാണ് പോകുന്നത്. അപ്പം നല്ല മഴക്കാലമാണിത്, മഴയുണ്ട്. പിന്നെ ഈ നദികളൊക്കെ കണ്ടില്ലേ നിറഞ്ഞു കിടക്കുന്നത്. പിന്നെ എല്ലാ വർഷവും ബോംബെയിൽ ഒക്കെ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ വെള്ളം കയറും. ഇത് പിന്നെ ഇച്ചിരി ഔട്ട് സൈഡാണ് എങ്കിൽ പോലും പിന്നെ ഇവിടെ കുറച്ച് സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു നല്ല അന്തരീക്ഷം, ഒരു ഫ്രഷ് എയർ കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ പോകുന്നത്. ഇതാ ചിഞ്ചു ഉറങ്ങി. ചിഞ്ചുവിന് ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് സ്വിമ്മിങ് പൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ. അതിന് അവൾ മഴ എന്നൊക്കെ പറഞ്ഞ് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പം എല്ലാവർക്കും ഒരു ഹായ്. ഞങ്ങളുടെ സാരഥി ഹായ്. പാവം വണ്ടി കയറിയത് ഉറങ്ങിപ്പോയി. പക്ഷെ അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ നോക്കൂ, സങ്കടവും കരച്ചിലൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ സ്പീഡിൽ പോവുകയാണ്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാർബി ഡാം, ബദലാപ്പൂർ, മുംബൈ. ചിഞ്ചു ഇതാ പിണങ്ങി നിൽക്കുന്നത് കണ്ടോ. ചിഞ്ചു ഇറങ്ങിയപ്പോൾ അപ്പൂനെ കണ്ടില്ല, അതിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൂനെയാണ് നോക്കുന്നത്. ചേട്ടൻ വണ്ടി സൈഡിലിടാനായിട്ട് പോയതാണേ. അവിടെ ഡാഡിയേയും കാണാനില്ല, അപ്പൂനെയും കാണാനില്ല. കണ്ടു അവൾക്ക് അപ്പു ഉണ്ട്, പിന്നെ അപ്പു മാത്രം മതി. ചിരിക്കണമൊന്നുമില്ല, വെയിറ്റിട്ട് നിൽക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഡാമിൻ്റെ അവസ്ഥ. ഡാമിൽ നിറയാൻ കുറച്ച് വെള്ളം കൂടെ മതി, കവിഞ്ഞൊഴുകും, ഡാം തുറന്നു വിടുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇല്ലതാ കണ്ടില്ലേ, ഇവിടെ ഒട്ടും വെള്ളമില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാ വർഷവും എത്ര ആൾക്കാരുടെ ജീവനാണെന്നറിയാം ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു എത്ര കൺട്രോൾ ചെയ്താലും ആരും കേൾക്കത്തില്ല, എല്ലാവരും പോവും, വെള്ളത്തിൽ വീണ് പോവും. അങ്ങനത്തെ ഒരിതാണ്. നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു സ്ട്രിക്റ്റായിട്ടൊന്നും ആൾക്കാർ കേൾക്കില്ല. അവർ ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു സൺഡേ കിട്ടിയാൽ ഓടി വരുന്നതാണ്. ഇവിടെ എല്ലാം വെള്ളം കയറും കേട്ടോ ഈ നദിയിൽ. ഇതിനകത്ത് എത്രയോ പേരുടെ നമുക്കറിയാവുന്ന ഫാമിലീസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് പറയാതെ വന്നിട്ട് ഇതിനകത്ത് വീണ് ഇത്രയും പേര് പോയിട്ടുണ്ട്. ഞാനൊരു 34 വർഷം മുമ്പ് ഇവിടെ വന്നപ്പം ഇവിടെയൊക്കെ ഇപ്പോഴും കാടൊക്കെ, എന്നാലും ഇപ്പോൾ കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. നേരത്തെ ഒന്നുമില്ലായിരുന്നു, അന്നും അങ്ങോട്ട് വിടത്തില്ലായിരുന്നു. അതാണ് ഡാം, അവിടെയാണ്. അത് തുറക്കുമ്പോഴാണ്, അത് കവിയുമ്പോഴാണ് ഇവിടെ നിറഞ്ഞ് ഒഴുകുന്നത്. പാറയാണ്, നിറച്ച് പാറക്കല്ലുകളാണ്. ചിഞ്ചുവിന് സങ്കടം വന്നുപോയി, വെള്ളമില്ല. ഒക്കെ വെള്ളത്തിൽ ചാടാൻ വന്നതാണ് സ്വിമ്മിങ് പൂളിൽ. വെള്ളത്തിൽ നിന്ന് കയറൂല, വെള്ളം കണ്ടാൽ. ഇവർ രണ്ടാളും അങ്ങോട്ട് പോവാം. അതിനിടയ്ക്ക് അപ്പവും മോളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ കളിക്കാൻ. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കാൻ പറഞ്ഞപ്പോൾ അവൾ മേളിലോട്ട് കാണിക്കുന്നു, മഴ പെയ്യുന്നെന്നും പറഞ്ഞു. മഴ, വെള്ളം, ഇതൊക്കെയാണ് ചിഞ്ചുവിന് ഇഷ്ടം. കണ്ട ഇതിലെ കൂടെയൊക്കെയാണ്. എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു എനിക്ക്. കാരണം എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ പോയ സ്ഥലം ഇതൊക്കെ ഈശ്വരൻ. ഇവർ രണ്ടും കൂടെ ധൃതി പിടിച്ച് പോകുന്നുണ്ട്, ഇരിക്കാൻ സ്ഥലം തപ്പി പോവുകയാണ്. ഏതായാലും വന്നില്ല, ഇത്തിരി മഴ നനയാം,
കാലെങ്കിലും വെള്ളത്തിലിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഞങ്ങളെപ്പോലെ വട്ട് പിടിച്ചതുങ്ങൾ വേറെ ഏതും ഉണ്ട് കേട്ടോ. അതാ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. വന്നിട്ട് കുറേ പേര് തിരിഞ്ഞു പോകുന്നുണ്ട്. കാരണം വെള്ളമില്ലല്ലോ. മറ്റേ ഇവിടെ എല്ലാം ഈ സമയത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ്. ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് വന്ന് പിള്ളേരൊക്കെ തിരിച്ചും പോകുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, പാറയല്ലേ, അപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് കിടക്കുന്നത്. അവരേതായാലും അവിടെ പോയി ഇരുന്ന് അവർക്ക് മഴയെങ്കിലും ഒന്ന് പെയ്ത് അതൊന്ന് നനഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടും കൂടി. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഞാനും ഒരു പാറ പിടിച്ച് അതിലിരുന്നു. എനിക്ക് അങ്ങോട്ടങ്ങ് ഇറങ്ങാനൊന്നും വയ്യ. തെന്നി എങ്ങാനും വീണെങ്കിൽ തീർന്നു. ചിഞ്ചുവിന് ഇപ്പോഴാണ് സന്തോഷം. ചിഞ്ചുവിന് വെള്ളത്തിലിറങ്ങണം. ചിഞ്ചുവിൻ്റെ അച്ഛന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയനാണ്. വെള്ളത്തിലിറങ്ങുന്നത് ഇഷ്ടമില്ല. മീനു ചിഞ്ചുവിനെ കൊണ്ട് പോവാം. എൻ്റെ ദൈവമേ, ഭയങ്കര വിശ്വാസമാണ്. അവർക്ക് വിശ്വാസം. अभी वो मीनू को लेके जा रहे हैं. ചിഞ്ചു അങ്ങ് വരെ പോയിട്ട് റിട്ടേൺ അടിക്കുകയാണ്. ഇനി ചിഞ്ചുവിനെ വെള്ളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ ഒരു ബഹളമൊക്കെ നടത്തും. കുത്തിയിരിക്കുന്നുണ്ടോ? മഴ പെയ്ത് മഴ നനഞ്ഞിട്ട് പോകാനിരിക്കാം. ഫൈനലി മഴ പെയ്തു. ഈ മഴയ്ക്ക് വലിയ ആയുസ്സൊന്നും ഇല്ലെന്ന് തോന്നി. ഇപ്പോൾ തന്നെ നിൽക്കുന്ന ലക്ഷണമുണ്ട്. പക്ഷെ നല്ലൊരു കാലാവസ്ഥ കേട്ടോ, നല്ല തണുപ്പ്. ഞാനെന്തായാലും കുടയൊക്കെ പിടിച്ചായിരിക്കുന്നത്. ഒരു തരത്തിൽ എല്ലാത്തിനെയും കൂടെ കയറ്റി മേളിൽ നമുക്കിനിയും തിരിച്ച് പോകാമെന്നുള്ള മറ്റിത് കണ്ടോ. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ ഈ ആരെങ്കിലും വീണാൽ പോയത് തന്നെ എടുക്കാൻ പോലും പറ്റത്തില്ല. പാറയാണ്, നിറച്ച് പാറക്കെട്ടാണ്. അങ്ങ് താഴോട്ട് നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ അതിനകത്ത് എപ്പോഴും ഉണക്ക സമയത്തൊക്കെ വെള്ളം കാണും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ വടപ്പാവ് ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. ഇത് കഴിക്കാനായിട്ട് തന്നെ ദൂരേന്ന് ആൾക്കാർ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി ഇതാ കുറച്ച് പേര് വട, പാവ്, മുളകിൻ്റെ ചട്നി മേടിച്ചു. ഞാൻ മിസൽ പാവാണ് വാങ്ങിയത് കേട്ടോ. എനിക്ക് വട പൊട്ടറ്റോടെ അല്ല എനിക്ക് അത്ര പിടിക്കത്തില്ല, ഞാൻ കഴിക്കാറില്ല. അപ്പം മിസൽ പാവ് വാങ്ങിച്ചു. ഞങ്ങൾ 2-3 പേര് മിസൽ പാവ്, ബാക്കി വടപ്പാവ്, ചിഞ്ചുവിന് ബജിയ, ഇങ്ങനെയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. ഇതാണ് പുതിയ ഹൈവേ കേട്ടോ. ഞാൻ വേറൊരു നാസിക്കിൽ പോയ വീഡിയോ കാണിച്ചില്ലേ, അതാണ് ഇത്. ദില്ലിയിൽ നിന്ന് പനവേൽ വരെയുള്ള, മുംബൈയിൽ ന്യൂ ബോംബെ വരെയുള്ള ഹൈവേ ആണ്. അപ്പോൾ ഈ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല സുഖമുണ്ട്. സന്ധ്യാസമയമായി. അപ്പം ഇന്നത്തെ ഈ വീക്കെൻഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.